وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ചവന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 60-ാമത് ക്ലാസ്സിൽ 105-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നാം പഠിച്ചു തുടങ്ങുന്നത്. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون വകദാലിക അപ്രകാരം നുസരിഫു നാം വിവരിക്കുന്നു അൽ ആയാത്തി ആയത്തുകൾ നുസരിഫു നാം വിവിധ രൂപത്തിൽ വിവരിക്കുന്നു അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ വലിയഖൂലു അവർ പറയുന്നതിന് ദറസ്ത നീ പഠിച്ചു വന്നവനാണ് വലിനുബയ്യിനഹു നാം വ്യക്തമാക്കി കൊടുക്കുന്നതിനും ലിഖൗമിൻ
ഒരു ജനതക്ക്, ഒരു തരം ആളുകൾക്ക് യഅലമൂന, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വകദാലിക നുസർരിഫുൽ ആയാത്തി, അപ്രകാരം നാം വിവിധ രൂപത്തിൽ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. വലിയഖൂലു ദറസ്ത, നീ വല്ലവരിൽ നിന്നും പഠിച്ചു വന്നവനാണ് എന്ന് അവർ ആ അവിശ്വാസികൾ പറയുവാനും, വലിനുബയ്യിനഹു ലിഖൗമി യഅലമൂൻ, എന്നാൽ മനസ്സിലാകുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ് അത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഒരുപക്ഷെ ചില വിഷയങ്ങൾ ഒരു മനസ്സിലായിട്ടുണ്ടാവില്ല, വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ്. വകദാലിക നുസർരിഫു, അല്ലാഹു കാര്യങ്ങൾ വിവിധ രൂപത്തിൽ വിവരിച്ചു തരുന്നു എന്നാണ്. പലതരത്തിലുള്ള സാഹചര്യങ്ങളും പലതരത്തിലുള്ള സംഗതികളും ഒക്കെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് ഒരു വട്ടമല്ല, പല ആവർത്തിയായി പല വിഷയങ്ങളും നമുക്ക് വിവരിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ അവരിലൂടെ ഒരുപാട് ഉദാഹരണങ്ങൾ, അവരുടേതായ സമൂഹങ്ങളും ആ സമൂഹങ്ങളുടെ നിലപാടുകളുമൊക്കെ അള്ളാഹു നമുക്ക് ആവർത്തിച്ച് വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ അള്ളാഹു നിരന്തരം വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്? എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സംഗതി? അവരെ പറഞ്ഞത് തന്നെ അവർ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാ. എന്താ അവര് പറയുന്നത്? അവിശ്വാസികൾ എന്താണ് പറയാറുണ്ടായിരുന്നത്? സൂറത്തുൽ മുഅ്മിനൂൻ 4-5 ആയത്തുകളിൽ വഖാലല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു വഅആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ വഖദ് ജാഊ ളുൽമൻ വസൂറാ وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. ഇത് മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ നുണ മാത്രമാകുന്നു, വേറെ ചിലർ അവനെ അതിന് സഹായിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവിശ്വാസികൾ പറയുന്നത്. എന്നാൽ ഈ അവിശ്വാസികൾ എന്നും അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നു. അവിശ്വാസികൾ വീണ്ടും പറയുന്നത് ഇത് പൂർവികന്മാരുടെ പുരാണ കഥകൾ അല്ലാതെ മറ്റൊന്നുമല്ല, അതവൻ എഴുതി എടുത്തിരിക്കുകയാണ്, എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു എന്നൊക്കെയാണ് അവിശ്വാസികൾ പ്രവാചകനെ സംബന്ധിച്ചൊക്കെ പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ നുണ മാത്രമാണിത്, വേറെ കുറെ ആൾക്കാർ വന്ന് അദ്ദേഹത്തെ ഇതിന് സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പൂർവികരായ ഒരുപാട് ആളുകളുടെ പുരാണ കഥകളുമാണ് അദ്ദേഹത്തിന്റെ അടുക്കലുള്ളത്. അതൊക്കെ അവരിൽ നിന്ന് അദ്ദേഹം എഴുതിയെടുത്തിരിക്കുകയാണ്, എന്നിട്ട് രാവിലെയും വൈകുന്നേരവും അത് വേറെ ആളുകൾ വന്ന് അത് അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതേ കാര്യമാണ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത്. വലിയഖൂലു ദറസ്ത, അവർ പറയുന്നത് എന്താ? നീ എവിടെ നിന്നോ പഠിച്ചു വന്നതാണ്, പഠിച്ചു വന്നിട്ട് പറയാണ്. കാരണം അവർക്ക് ഇതിനെ നേരിടാൻ സാധിക്കുന്നില്ല. ഈ ഖുർആനിനെതിരെ വെല്ലുവിളി ഉയർത്തിയിട്ട് അത് നേരിടാനും ഖുർആനെതിരായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനും അവരെ സംബന്ധിച്ച് സാധിക്കാത്തത് കൊണ്ട് അവർ പറയുന്ന ഒരുപാട് സംഗതികളാണ് ഇവിടെ. നമ്മൾ കുറച്ചൊന്നല്ല കണ്ടത്. എന്താ പറഞ്ഞത്? ഇത് റസൂല് കെട്ടിണ്ടാക്കി പറയുന്നതാണ്, വേറെ ചില ആളുകൾ അത് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് പുരാണ കഥകളാണ്,
വേറെ എവിടുന്നോ എഴുതിയെടുത്തതാണ്. ആരെയൊക്കെയോ അവന്റെ അടുക്കൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ കാണാതെ അദ്ദേഹത്തിന്റെ അടുക്കൽ ആരൊക്കെയോ വന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിശ്വാസികൾ പ്രവാചകനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അള്ളാഹു വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോ ഒക്കെ അവിശ്വാസികൾ അവരുടെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിനുബയ്യിനഹു ലിഖൗമി യഅലമൂൻ, ചിന്തിക്കുന്ന മനസ്സിലാകുന്ന ആളുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് അവസ്ഥകൾ ഉണ്ടാകുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ വിശദീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആനാകുന്ന ഈ ദിവ്യവചനം ശ്രവിച്ചിട്ട് ഒരു വിഭാഗം ആൾക്കാർ അതിന്റെ സാരാർത്ഥങ്ങളും താല്പര്യങ്ങളും ഗ്രഹിക്കുകയും അതിൽ അന്തർഭവിച്ച തത്വോപദേശങ്ങളിൽ നിന്ന് ഫലമെടുക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് മറ്റൊരു തരം ആളുകൾക്ക് അത് ശ്രവിച്ച ശേഷം വിപരീത പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അവർ ആ വചനത്തിന്റെ പൊരുളിനെ പറ്റി ശ്രദ്ധിക്കുന്നതിന് പകരം നിരക്ഷരകക്ഷിയായ മുഹമ്മദിനെ ഇത്ര സാരോജ്വലമായ തത്വവചനങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. ഇതിന്റെ കാര്യഗൗരവത്തെ സംബന്ധിച്ച് ആലോചിക്കാതെ, ഖുർആനിലുള്ള ഉള്ളടക്കം ആലോചിക്കാതെ ഈ നിരക്ഷരനായ മനുഷ്യന് ഇത്രയും വലിയ സാരോജ്വലമായ തത്വവചനങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതില് കൊതുകിനെ സംബന്ധിച്ച്, എട്ടുകാലിയെ സംബന്ധിച്ച്, അതേപോലെ നിസ്സാരമായ ജീവികളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു ഉദാഹരിച്ച് പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഈ ഉദാഹരണങ്ങൾ ഓരോന്നും വിശ്വാസികൾ കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കുകയാണ്. ഇത്രയും നിസ്സാരമായ ജീവിക്ക് വലിയ കഴിവുകളുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ആലോചിക്കുന്നതിനും അള്ളാഹുവിന്റെ ഈ ഉദാഹരണങ്ങളൊക്കെ കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. എന്നാൽ സത്യനിഷേധികളോ അതേ ഉദാഹരണങ്ങളെ കുറിച്ച് പരിഹാസത്തോടുകൂടി ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈച്ചയും കൊതുകും അതേപോലെ കേവല നിസ്സാര ജീവികളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥം എന്തൊരു ഗ്രന്ഥാണ് ഇത്! ഇത്രയും നിസ്സാരമായ കാര്യങ്ങളാണല്ലോ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ആളുകൾ രണ്ടു തരത്തിലാണ്. വിശ്വാസികളുടെ സമീപനവും അവരുടെ പ്രതികരണവും ഒരു രൂപത്തിൽ. എന്നാൽ അവിശ്വാസികളുടെ പ്രതികരണം ഏത് സംഗതിയെ സംബന്ധിച്ച് അവർ നോക്കിക്കാണുന്നത്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. ഇവിടെ വലിയക്കൂലു അവർ പറയുന്നതിന് വേണ്ടി എന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പൊ അള്ളാഹു ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരങ്ങനെ പറയുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ ആ ശൈലി എന്താണ് എന്നറിയാമോ? ഒരാൾ ഒരു വാഹന അപകടത്തിൽ പെട്ടെന്ന് മരണപ്പെടുമ്പോ അവനെ സംബന്ധിച്ച് നമ്മൾ പറയും അവൻ മരിക്കാൻ വേണ്ടിയിട്ട് ആ വാഹനത്തിൽ കയറി എന്നതുപോലെ തോന്നുന്നു എന്ന് നമ്മൾ പറയാറല്ലോ. അതേപോലെയുള്ള ഒരു പ്രയോഗമാണ്. ഇതൊക്കെ നീ മറ്റാരിൽ നിന്ന് പഠിച്ചു വെച്ചു, ഞങ്ങളോട് പറയുകയാണ്, ഇതൊന്നും അള്ളാഹുവിൽ നിന്നുള്ളതല്ല എന്നിങ്ങനെ ആ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനും ഇത് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ കലാശമുണ്ടാവുക. അങ്ങനെയാണ് അവർ അവസാനമായി ഇത് സംബന്ധിച്ച് പറയുക. അതേപോലെ വിശ്വാസികൾ ഇത് വിവരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യവും ലഭിക്കുന്നു എന്നാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് 106-ാമത്തെ വചനം, ഇത്തബി മാ ഊഹിയ ഇലൈക മിർ റബ്ബിക് ലാ ഇലാഹ ഇല്ലാഹു വഅരിൽ അനിൽ മുശ്രികീൻ. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെട്ടതിനെ നീ പിന്തുടരുക. ഇത്തബി, നീ പിന്തുടരുക, മാ ഊഹിയ, വഹിയ് നൽകപ്പെട്ടതിനെ,
ബോധനം നൽകപ്പെട്ടതിനെ, ഇലൈക്ക താങ്കൾക്ക്, മിർ റബ്ബിക താങ്കളുടെ റബ്ബിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലാ ഹുവ അവനല്ലാതെ ഒരു ദൈവവുമില്ല, വഅരിദ് അനിൽ മുശ്രിക്കീൻ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. പ്രവാചകരെ, നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, നിങ്ങൾക്ക് എന്താണ് വഹി നൽകപ്പെടുന്നത് അതിനെ പിന്തുടരുക. ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. മുശ്രിക്കുകളിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക. വിശദീകരണത്തിലേക്ക് വരാം. 107-ാമത്തെ ആയത്ത്, വലൗ ശാ അല്ലാഹു മാ അശ്റകൂ വമാ ജഅൽനാക അലൈഹിം ഹഫീളാ വമാ അൻത അലൈഹിം ബിവകീൽ. വലൗ ശാ അല്ലാഹു മാ അശ്റകൂ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ അല്ലാഹുവിനോട് പങ്കു ചേർക്കുമായിരുന്നില്ല. വലൗ ശാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ അശ്റകൂ അവർ അല്ലാഹുവിനോട് പങ്കു ചേർക്കുമായിരുന്നില്ല. പങ്കു ചേർക്കുന്നവർക്ക് പങ്കു ചേർക്കാം. ഏകദൈവാരാധന നടത്തേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. മുവഹിദാകേണ്ടവർക്ക് അങ്ങനെയാകാം. മുശ്രിക്കാകേണ്ടവർക്ക് അങ്ങനെയാകാം. മുസ്ലിം ആവർക്കേണ്ടവർക്ക് അങ്ങനെ അതിന് സൗകര്യമുണ്ട്. മുനാഫിക്കായി ജീവിക്കണമെങ്കിൽ അങ്ങനെയും സൗകര്യമുണ്ട്. എല്ലാവരും മുസ്ലിങ്ങളാകണം, എല്ലാവരും മുവഹിദുകളാകണം എന്നാണ് അള്ളാഹുവിന്റെ നിലപാടുണ്ടായിരുന്നതെങ്കിൽ ഒരാളും തന്നെ ശിർക്ക് ചെയ്യുന്നവരാകുമായിരുന്നില്ല. വമാ ജഅൽനാക അലൈഹിം ഹഫീളാ നിന്നെ നാം അവരുടെ മേൽ ഒരു കാവൽക്കാരനാക്കിയിട്ടുമില്ല. ഹഫീൾ അല്ല. വമാ അൻത അലൈഹിം ബിവകീൽ നീ അവരുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനുമല്ല. ആളുകളുടെ ഇടയിലേക്ക് പ്രവാചകനായി, ദൂതനായി അയക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടൊന്നും എന്തർത്ഥമില്ല. അവരുടെ മേൽ ഒരു കാവൽക്കാരനല്ല താങ്കൾ. അതേപോലെ അവരുടെ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ട വ്യക്തിയുമല്ല താങ്കൾ എന്നാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗം പിന്തുടരുക, അവന്റെ കാൽപ്പാടുകൾ പിൻപറ്റുക, അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇത്തബിഉ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഫഇന്നമാ ഊഹിയ ഇലൈക മിർ റബ്ബിക വൽ ഹഖ് അല്ലദീ ലാ മിർയത ഫീ ലിഅന്നഹു ലാ ഇലാഹ ഇല്ലാഹു. തഫ്സീർ ഇബ്നു കസീറിൽ ഇത്തബിഉ എന്ന വാക്കിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് സത്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അള്ളാഹു എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ കൃത്യമായി ചോദ്യം ചെയ്യാതെ അതിനനുധാവനം ചെയ്യുക, അതിനെ പിന്തുടരുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്. എന്തിനാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് വീണ്ടും അള്ളാഹു നൽകുന്ന വഹീനെ പിൻപറ്റുക എന്ന് പറഞ്ഞത്? അത് എന്താ കാരണം എന്നറിയോ? ഇതേപോലെ വിശ്വാസികളോടും അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെയുള്ള ഒരു പറച്ചിലാണ്. എന്താ വിശ്വാസികളോട് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ, ആമിനു നിങ്ങൾ വിശ്വാസികളാകണം കേട്ടോ, ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ആമിനു നിങ്ങൾ വിശ്വസിക്കണേ. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കണേ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? പറയേണ്ടത് ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അവിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുകയും എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുകയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം
ഇൽസമു ഹാദാ വദാവമു അലാ ഈമാനിക്കും, നിങ്ങൾ ഈ വിശ്വാസം മുറുകെ പിടിക്കുകയും ഈ വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിലനിൽക്കുകയും ചെയ്യണേ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ ഇത്തബീമ ഊഹിയ ഇലൈക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഹി നൽകപ്പെടുന്നതിനെ താങ്കൾ പിന്തുടരുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അൽ അംറു ബിൽ മുദാവമത്തി അലൽ ഇത്തിബാ, പിന്തുടരുന്ന ആ വിഷയത്തിൽ സ്ഥിരത വേണം, സ്ഥിരമായിട്ട് ഇതിന്റെ കൂടെ തന്നെ വേണം. ഒരിക്കലും പിന്മാറി പോകരുത്, വഴിമാറി നടക്കരുത്. കുറഞ്ഞ സന്ദർഭത്തിൽ മാത്രം നന്മയുടെ പിന്നാലെ പോവുകയും സത്യത്തെ പിന്തുടരുകയും വേറെ ചില സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് മാറി നടക്കുകയും ചെയ്യുന്നവരാകരുത്. സ്ഥിരമായ വിശ്വാസം വേണം, സ്ഥിരമായ ഫോളോപ്പ് വേണം, കൃത്യമായി ഇതിന്റെ പിന്നാലെ തന്നെ വേണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു കാര്യവും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവർ ഏതൊരു പ്രശ്നവും കൊണ്ട് നിന്റെ അടുത്ത് വരികയാണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യവും ഏറ്റവും നല്ല വിവരണവും നിനക്ക് നാം വിവരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. അവരെന്ത് പറഞ്ഞാലും ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ അറിയിച്ചാലും എല്ലാ സന്ദർഭങ്ങളിലും ഈ വഹീനെയാണ് താങ്കൾ പിന്തുടരേണ്ടത്. താങ്കൾക്ക് വഹീ നൽകും നമ്മൾ. താങ്കൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ മുഴുവനും താങ്കളുടെ ഈ തുച്ഛമായ ഹ്രസ്വമായ പ്രവാചക ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതിൽ ഭയപ്പെടേണ്ടതില്ല. ആ വഹീനെ താങ്കൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആയത്തിന്റെ അവസാന ഭാഗത്ത് താങ്കൾ ഹഫീൽ അല്ല, അതേപോലെ താങ്കൾ വക്കീലല്ല. ഹാഫിലുൻ അല്ലെങ്കിൽ ഹഫീലുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? തഹ്ഫദു അമാലഹും വഅഖ്വാലഹും, അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനല്ല താങ്കൾ. അവരെന്തൊക്കെ പറയണം, അവരെന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഉത്തരവാദിത്വം അതിന്റെ ഒരു കാവൽക്കാരനായി, മേൽനോട്ടക്കാരനായി, സൂക്ഷിപ്പുകാരനായി പ്രവാചകരെ നിങ്ങൾ നിയോഗിച്ചിട്ടില്ല. അവർക്കിഷ്ടമുള്ളത് അവർ പറയും, അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യും. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും ഒന്നും കൺട്രോൾ ചെയ്യാൻ പ്രവാചകരെ നിങ്ങളെ കൊണ്ടാവില്ല, നിങ്ങൾ അതിന്റെ ആളല്ല എന്ന് കൃത്യമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുന്നു. അതേപോലെ ബി വക്കീലിൻ, താങ്കൾ വക്കീലുമല്ല, അഥവാ മുവക്കലിൻ അലാ അർസാഖിഹിം വ ഉമൂരിഹിം എന്ന അവരുടെ റിസ്ക്, അവരുടെ ഭക്ഷണം, ആ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളല്ല. വ ഉമൂരിഹിം, അവരുടെ വിവിധ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അല്ല താങ്കളെ പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ വക്കീലും അല്ല, ഹഫീലുമല്ല പ്രവാചകരെ നിങ്ങൾ. പിന്നെ ആരാണ് നിങ്ങൾ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, താങ്കൾ മുദക്കിർ മാത്രമാണ്, മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. അതുകൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരെ നിർബന്ധം ചെലുത്തുന്ന വ്യക്തിയല്ല. ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്, സൂറത്ത് റഅദിൽ അല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും താങ്കൾക്ക് അൽ ബലാഗ് മാത്രമാണുള്ളത്. അൽ ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് താങ്കളുടെ ജോലി. അടുത്ത ആയത്തിൽ വരുന്നുണ്ട് ആ ഭാഗം. വഅലൈനൽ ഹിസാബ്, നമ്മുടെ മേലാണ് വിചാരണയുള്ളത്. താങ്കൾ എത്തിച്ചു കൊടുത്തോളൂ, പറഞ്ഞു കൊടുത്തോളൂ. അതിന്റെ പേരിൽ ആളുകളെ ചോദ്യം ചെയ്യാൻ താങ്കൾ പോകേണ്ടതില്ല, വിചാരണ ചെയ്യാൻ പോകേണ്ടതില്ല. അവരുടെ വിചാരണ നമ്മുടെ മേൽ ബാധ്യതയാണ്. അവ താങ്കൾക്ക് അതാണ് താങ്കൾ ചെയ്യേണ്ടത്, അത് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. 108-ാമത്തെ വചനം. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون
വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. വലാ തസുബ്ബു, നിങ്ങൾ ശകാരിക്കരുത്. അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അത് പലതും ആകാം. കല്ലുകളാകാം, ബിംബങ്ങളാകാം, മനുഷ്യരാകാം, മറ്റു പലതരത്തിലുള്ള സംഗതികളാകാം. എന്തായിരുന്നാലും തന്നെ അവരെ നിങ്ങൾ ചീത്ത പറയരുത്, ശകാരിക്കരുത്. ഫയസുബ്ബുല്ലാഹ, അങ്ങനെ അവർ അള്ളാഹുവിനെ ശകാരിക്കുന്ന ഒരു രൂപമുണ്ടാകും. അത് സംഭവിക്കരുത്. അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ശകാരിച്ചാൽ അവർ അള്ളാഹുവിനെ ചീത്ത പറയും. ഫയസുബ്ബുല്ലാഹ, അവർ അള്ളാഹുവിനെ ശകാരിക്കും. അതുവൻ വിവരമില്ലാതെ, ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെ, അതുവൻ ശത്രുതാപരമായിട്ട്, അതിക്രമമായിട്ട്, ജഹ്ലൻ വഅ്തിദാഅൻ എന്ന അതുവൻ അർത്ഥം. വിവരക്കേടോട് കൂടിയിട്ട് അതിക്രമപരമായിട്ട് അവർ അള്ളാഹുവിനെയും ചീത്ത പറയും. നിങ്ങൾ അള്ളാഹുവിന് എന്താ കഴിയ? ഞങ്ങളുടെ ദൈവങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊക്കെ നമ്മുടെ പടച്ചോന് മഴ പെയ്യിപ്പിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങളുടെ ദൈവങ്ങൾ മാത്രമല്ലല്ലോ, അങ്ങനെ പലതും അവർ പറയും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അള്ളാഹുവിനെയും അവർ ചീത്ത പറയും. അപ്പൊ അതുകൊണ്ട് അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും, അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ ചീത്ത പറയൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ്. പല സന്ദർഭങ്ങളിലും അവർ ചെയ്യുന്ന ഓരോ ശിർക്കും കുഫ്റും അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാക്കി തീർത്തിരിക്കുന്നു. അവർക്കതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായി തോന്നുന്നത്. ഏറ്റവും നല്ലതായി അവർക്ക് തോന്നുന്നത് അവർ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളാണ്. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പിന്നീട് അവർ അവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുമ്പോ അവരെ കേൾപ്പിക്കുന്നതാണ്. പിന്നെ അവരുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാണ്. അവരെ അവൻ വിവരം അറിയിക്കുന്നതാണ്. ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രബോധകരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രബോധകർ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതെന്താണ്? എത്ര വലിയ രൂപത്തിൽ അവർ ശിർക്ക് ചെയ്താലും, ആരെയാണോ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ അവർ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന സംഗതികളെ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ ചീത്ത പറയരുത്. ഇത് എല്ലാ കാലഘട്ടത്തിലും നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ദഅവത്ത് എന്നത് വലിയൊരു വിഷയമാണല്ലോ. ആ ദഅവത്ത് കഴിഞ്ഞകാല പ്രവാചകന്മാരൊക്കെ നിർവഹിച്ചൊരു കാര്യമാണ്. പ്രവാചകന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് കഴിഞ്ഞകാല പ്രവാചകന്മാർ മുഴുവനും നിർവഹിച്ചൊരു കാര്യം, അതേപോലെ അന്ത്യപ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിൽ ചെയ്ത ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പ്രബോധകന്മാർ എന്ന് പറയുന്നത്. ആ പ്രബോധകന്മാർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്, വലിയ പ്രത്യേകതകളുള്ള ആളുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത്, നമ്മിൽ നിന്ന് കേട്ട കാര്യം കേട്ടതുപോലെ മറ്റുള്ളവർക്ക് എത്തിക്കുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നവനേക്കാൾ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്ന എത്രയോ പ്രബോധിതർ ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേൾക്കുന്ന നമ്മളിൽ നിന്ന് കേട്ട ആളുകൾ കേട്ട വിഷയം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. ഈ കേൾക്കുന്നവനേക്കാൾ ശ്രദ്ധയും സൂക്ഷ്മതയും ജീവിതത്തിൽ പുലർത്താൻ പുലർത്തുന്ന
പ്രബോധിതരായ ആളുകൾ ഉണ്ടായേക്കാം എന്നുകൂടെ അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പ്രബോധകരായിട്ടുള്ള ആളുകൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വലാത്ത സുബ്ബു, ചീത്ത പറയുന്ന ഒരു സംഗതി ഉണ്ടാകരുത്. ആരെ ചീത്ത പറയരുത്? അവർ ആരാധിക്കുന്ന വസ്തുക്കളെ, ശക്തികളെ, വ്യക്തികളെയൊന്നും ചീത്ത പറയുന്ന ഒരു രൂപം ഉണ്ടാകരുത്. ബഹുദൈവ വിശ്വാസികൾ വിളിച്ചാരാധിച്ചു വരുന്ന വസ്തുക്കളെ മുസ്ലിങ്ങൾ പഴിച്ചും ശകാരിച്ചും സംസാരിക്കുന്ന പക്ഷം ആ വിവരം കെട്ടവർക്ക് അത് സഹിക്കാൻ കഴിയൂല. അവർ പകരം അള്ളാഹുവിനെ അതിര് കവിഞ്ഞ പഴിവാക്കുകൾ പറയും. പറയാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് അവരുടെ ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും തന്നെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ഖുർആൻ കൃത്യമായി വിലക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം സ്വതവേ നിർദോഷകരമായിരുന്നാൽ പോലും അത് അനിഷ്ടകരമായ മറ്റൊരു ദോഷത്തിന് കാരണമായി തീരുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് എന്നതാണ് ഈ ഒരു ആയത്തിൽ അടങ്ങിയിട്ടുള്ള തത്വം. ഒരു കാര്യം ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിനേക്കാൾ മോശപ്പെട്ട ഒരു സംഗതി ഇത് മുഖേന ഉണ്ടായിത്തീരും എന്നാണ് അതിന്റെ ഉത്തരമെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് മതം പഠിപ്പിക്കുന്നത്. ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തന്റെ മാതാപിതാക്കളെ പഴിച്ചവൻ, ചീത്ത പറഞ്ഞവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, റസൂലെ, ആരെങ്കിലും ഒരാൾ അയാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ മറ്റേവന്റെ വാപ്പയെ ചീത്ത പറയും. അപ്പോൾ അവൻ ഇവന്റെ വാപ്പയെയും ഉമ്മയെയും ചീത്ത പറയും. ബാപ്പക്ക് പറയും, വേറൊരാളുടെ ബാപ്പക്ക് പറയും, നിന്റെ തന്ത, നിന്റെ ബാപ്പ, നിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അവനെ ചയിക്കുമ്പോ അവൻ തിരിച്ചിങ്ങോട്ടും പറയും. അങ്ങനെ തിരിച്ചിങ്ങോട്ടും പറയുമ്പോ സ്വന്തം ബാപ്പയെ ചീത്ത പറഞ്ഞതിന് തുല്യമാണ് അത് എന്നാണ്. മൽഊനൻ മൻ സബ്ബ വാലിദൈഹി എന്ന റസൂല് പറഞ്ഞത്. സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറഞ്ഞവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോഴാണ് സഹാബത്ത് ചോദിച്ചത്, സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത പറയോ? അപ്പൊ അതിന് കാരണങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേറൊരാളുടെ ബാപ്പയെ ചീത്ത പറയുമ്പോ അവൻ തിരിച്ച് നിങ്ങളുടെ ബാപ്പയെ മാത്രമല്ല ഉമ്മഹു, ഉമ്മയെ, അവന്റെ ഉമ്മയെയും, ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു വയസുബ്ബു ഉമ്മഹു, അങ്ങനെ ബാപ്പാനെയും ഉമ്മാനായും ബാപ്പന്റെ ബാപ്പയെയും ഉമ്മന്റെ ഉമ്മയെയും ഒക്കെ തിരിച്ചും ചീത്ത പറയുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ബാപ്പക്ക് വിളിക്കരുത്, തന്തക്ക് വിളിക്കരുത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാക്ക് നമ്മളൊന്നുകൂടെ ഈ ആയത്തിൽ വെച്ച് പഠിക്കുകയാണ്. എന്താണത്? ചീത്ത പറയുക എന്നുള്ളത്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്നത് ഫുസൂഖുൻ, തമ്മാടിത്തമാണ്. അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. വഖിതാലുഹു കുഫ്റുൻ, അവനെ വധിക്കുക എന്നത് അത് കുഫ്റാണ്, അത് സത്യനിഷേധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസ് ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതദ്റൂന മൽ മുഫ്ലിസ്, ആരാണ് ഏറ്റവും പാപ്പറായവൻ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അവനെ സംബന്ധിച്ച് റസൂൽ പറയുന്നത്, സഹാബത്ത് അതിന് മറുപടി പറഞ്ഞു, കാശില്ലാത്തവരാണ് ലാ ദിർഹമ വലാ മതാഅ, ദിർഹമില്ലാത്ത, വിഭവങ്ങളില്ലാത്ത ആളുകളെ ആണ് സാധാരണ പാപ്പറായവർ, മുഫ്ലിസ് എന്ന് ഞങ്ങൾ പറയാറുള്ളത്. അപ്പൊ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞത് മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിഹി വസിയാമിഹി വസകാത്തിഹി, പരലോകത്തേക്ക് അവൻ കടന്നു വരുന്നത് ഇഹലോകത്ത് വെച്ച് ഒരുപാട് നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ നിർവഹിച്ചുകൊണ്ടാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അവൻ വരുന്നത് ഇവൻ വേറൊരാളെ ചീത്ത പറഞ്ഞിരിക്കുന്നു. ശത്തമ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും അർത്ഥം ചീത്ത പറഞ്ഞു എന്ന് തന്നെയാണ്. ഇവനെ സംബന്ധിച്ച് വേണ്ടാത്തരം പറഞ്ഞിരിക്കുന്നു. ഇവന്റെ സമ്പത്ത് അനർഹമായ തരത്തിൽ തിന്നിരിക്കുന്നു. വേറൊരുത്തന്റെ രക്തം ചിന്തിയിരിക്കുന്നു.
വേറൊരുത്തനെ അടിച്ചിരിക്കുന്നു. അങ്ങനെ ആയി വരുന്ന മനുഷ്യർക്ക് ഇവന്റെ നന്മയിൽ നിന്ന് നന്മകൾ എടുത്തു കൊടുക്കുകയും അവസാനം തിന്മകൾ കൂടി ഇവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അവസാനം പിന്നാർ അവൻ നരകത്തിൽ വധിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ളവനാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാപ്പറായവൻ എന്ന് പറയുമ്പോ അതിൽ പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും മറ്റുള്ളവരെ ചീത്ത പറഞ്ഞാൽ ആ ചീത്ത കേൾക്കേണ്ടി വന്ന മനുഷ്യൻ പരലോകത്ത് വന്ന് ഇവനെതിരായിട്ട് പറയും, ഇവൻ എന്നെ വേണ്ടാതെ നിരന്തരമായി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു എന്ന്. നോമ്പ് നോറ്റ, നമസ്കരിച്ച, സക്കാത്ത് കൊടുത്ത, ഇസ്ലാമികമായി ജീവിച്ച ഒരു മനുഷ്യനെതിരായിട്ട് പരലോകത്ത് വേറൊരാള് വരും എന്നാണ്. അപ്പൊ ചീത്ത പറയുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊരു ഹദീസ് നോക്കൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ ചീത്ത പറയരുത് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമ്മൾ കണ്ടു. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാ തസുബ്ബുൽ അംവാത്, മരിച്ചുപോയ ആളുകളെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു, കാരണം അവരെന്തൊക്കെയാണോ അവരുടെ കഴിഞ്ഞ കാലത്ത് ചെയ്തത് ആ കാര്യങ്ങളുമായി അവർ പോയി കഴിഞ്ഞു. അതിൽ അവർ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, മോശമായ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകാം, വേണ്ടാത്തരങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം, സമൂഹത്തിനെതിരായി ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ പലതും അവർ ചെയ്തിട്ടുണ്ടാകും. അതുമായിട്ട് അവർ പോയി കഴിഞ്ഞു. അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്, പരലോകത്തേക്ക് പോയത്. വീണ്ടും അവരെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ ചീത്തയാകാൻ നിൽക്കേണ്ടതില്ല. മരിച്ചുപോയ ആളുകൾ ആരായിരുന്നാലും അവരെ നിങ്ങൾ ചീത്ത പറയേണ്ടതില്ല, ചീത്ത പറയരുത്, മരണശേഷം അവരെ പറയരുത് എന്ന് വിലക്കുന്നു. അവ 3 ഹദീസുകൾ നമ്മൾ കണ്ടു. ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യുഅ്ദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു. അല്ലാഹു പറയാ, മനുഷ്യൻ എന്നെ ആക്രമിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. എപ്പോ? യസുബ്ബുദ്ദഹറ, അവൻ കാലത്തെ ചീത്ത പറയുന്നു, മഴക്കാലത്തെ ചീത്ത പറയുന്നു, വേനൽക്കാലത്തെ ചീത്ത പറയുന്നു, തണുപ്പിനെയും ചൂടിനെയും ചീത്ത പറയുന്നു. ഓരോ കാലാവസ്ഥകൾ മാറി വന്നുകൊണ്ടിരിക്കുമ്പോ എന്തൊരു കഷ്ടകാലമെന്ന്, എന്തൊരു ഗതികെട്ട കാലമെന്ന്, എന്തൊരു ചീത്തകാലമെന്ന് എന്നൊക്കെ കാലഘട്ടത്തെ മനുഷ്യൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ചീത്ത പറയുമ്പോ ഞാനാണ് കാലം. അപ്പൊ ചീത്ത പറയുമ്പോ അവൻ എന്നെയാണ് ചീത്ത പറയുന്നത്. ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയും പകലുമൊക്കെ ഞാനാണ് മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ രാത്രിയെയും പകലിനെയും രാവിലെയും വൈകുന്നേരത്തെയും ഉച്ചയെയും അതേപോലെ മറ്റെല്ലാ സമയങ്ങളെയും ഒക്കെ ചീത്ത പറയുന്നവർ, ഓരോ കാലഘട്ടങ്ങളെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒക്കെ അള്ളാഹുവിനെയാണ് ചീത്ത പറയുന്നത്, അവനെയാണ് ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയും ചെയ്യരുത് എന്ന്. മുസ്ലിമിന് എതിരുള്ള സിബാവ് പാടില്ല, ഏതൊരു മനുഷ്യനെതിരെയുള്ള ശത്രുമ പാടില്ല. അതേപോലെ മരിച്ചുപോയ ആളുകളെ എതിരുള്ള സിബാബ് പാടില്ല, ചീത്ത പറയാൻ പാടില്ല. പ്രകൃതിയിലെ ഒന്നിനെയും ഒരു വസ്തുവിനെയും ചീത്ത പറഞ്ഞുകൂടാ എന്നിങ്ങനെ വിശദമായി പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്താൽ തിരിച്ചവർ അള്ളാഹുവിനെ എതിരെ അള്ളാഹു അല്ലാത്ത ആളുകളെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് ഇവിടെ പണ്ടത്. അതുപോലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. എത്രമാത്രം വലിയ ശിർക്കാണ് ഈ മുശ്രിക്കുകൾ ചെയ്യുന്നതെങ്കിലും അവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, അവർ വലിയവന്മാരായതുകൊണ്ടല്ല, അവർ മെച്ചപ്പെട്ട ആളുകൾ ആയതുകൊണ്ടല്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അവർ തിരിച്ച് അള്ളാഹുവിനെ പഠിക്കും എന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുക. ഇങ്ങനെ പറയാൻ, ഇങ്ങനെ ചെയ്യാൻ അവിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താ? അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഏറ്റവും ഭംഗിയായി
പിന്നെ തോന്നിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യന്നാ ലി അഹ്ലി ത്വാഅ ഇജ്തമഉ വഅഹ്ലിൽ കുഫ്രി ഇജ്തമഉ. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിശ്വാസികളായ ആളുകൾ അവരേതൊരു സംഗതിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവർക്ക് അത് വലിയ സംതൃപ്തി നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഏറെ ആനന്ദമുള്ള സംഗതിയായി അവർക്ക് അവരുടെ ജീവിതത്തിൽ തോന്നും. എന്തൊരു വിഷയത്തെ നമ്മൾ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ, നന്മകൾ പറയുമ്പോ, നന്മകളുടെമായി മുന്നോട്ട് പോകുമ്പോ നമുക്കതൊക്കെ ഏറ്റവും വലിയ സംഗതിയായി തോന്നും. വിശ്വാസികൾക്ക് അങ്ങനെ തോന്നും. എന്നാൽ വഹ്ലുൽ കുഫ്ർ, കുഫ്റിന്റെ ആളുകൾക്ക് ഇജ്തമഉ, അവർ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്, അവരെന്തൊക്കെ സംഗതികളാണ് അവരകപ്പെട്ടിരിക്കുന്നത്, അതൊക്കെ അവർക്ക് വലിയ സംഗതിയായി, വലിയ ഭംഗിയുള്ള, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അലങ്കാരമായി അവർക്കും തോന്നും. ഇതാണ് സ്വാഭാവികമായി സംഭവിക്കുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത്രയുമാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരുപാട് വിശദീകരണങ്ങൾ അർഹിക്കുന്ന ആയത്തുകളാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ ആവർത്തനങ്ങൾ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.